വിശുദ്ധ ഖുർആൻ അത് നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ ആ ഖുർആനിൽ നിന്നും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് വെച്ച് പുലർത്താനും നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. 3 ആയത്തുകളിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. മക്കാ മുശ്രിക്കുകളെ ആ കാലഘട്ടത്തിൽ, കാഫിരീങ്ങളുള്ള ആ ഒരു സന്ദർഭത്തിൽ മക്കാ മുശ്രിക്കുകളെ അല്ലാഹു തആല വെല്ലുവിളിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസറിന് തുല്യമായ ഒരു ആയത്തോ ഒരു സൂറത്തോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരുവിൻ എന്ന് അല്ലാഹു തആല അവിടുന്ന് വെല്ലുവിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് ഈ ഒരു സൂറത്തുൽ കൗസറിന് തുല്യമായ ആയത്തോ അല്ലെങ്കിൽ ഒരു സൂറത്തോ ആ മക്കാ മുശ്രിക്കുകൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നല്ല, ഈ ഖിയാമത്ത് നാൾ വരെ ഒരു മനുഷ്യനും സൂറത്തുൽ കൗസറിനോട് തുല്യമായതോ കടപിടിക്കുന്നതായ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിനോട് കടപിടിക്കുന്നതായ ഒരു ആയത്തോ ഒരു സൂറത്തോ ഒരു മനുഷ്യനും ഇനിയൊരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല. സൂറത്തുൽ കൗസറിലെ 1-ാമത്തെ ആയത്ത്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ നിശ്ചയം നാം അങ്ങേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ തങ്ങൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. നബിയെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ നമുക്കൊരിക്കലും എണ്ണി പറഞ്ഞാൽ തീർത്താൻ സാധിക്കില്ല. അത്രയും അനുഗ്രഹങ്ങളാണ് തങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അള്ളാഹുവിൻ്റെ ഹബീബായ ആ ഏറ്റവും ഇഷ്ടപ്പെട്ട നബി തങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നത്? അതുകൊണ്ട് തന്നെ നബി തങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അതിലൂടെ പറയുന്നതായി കാണാം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നബിയെ നിങ്ങൾക്ക് നാം ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് തഫ്സീറിൽ വിശദീകരിക്കുന്നതായി കാണാം, ഐ അൽ കൗസർ, കൗസർ എന്ന് പറഞ്ഞാൽ ഐ ഖൈറൻ കസീറ, ധാരാളം അനുഗ്രഹങ്ങൾ എന്നാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നതായി കാണാം. നബി തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമുക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതല്ലേ ബൂസൂരി ഇമാം പാടിയത്, ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖുൻ ബിഫമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞും പാടിയും പുകഴ്ത്തിയും എത്ര പറഞ്ഞാലും ഒരു മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ സംസാരശേഷിയുള്ള ഒരു മനുഷ്യൻ എത്ര പറഞ്ഞാലും അതൊരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്ന് അതല്ലേ മഹാനായ ബൂസൂരി ഇമാം അവിടുന്ന് പാടിയത്. വറഫഅനാ ലക ദിക്റക്, ശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. 2-ാമത്തെ ആയത്ത്, ഫസല്ലി ലിറബ്ബിക വൻഹർ, നബിയെ അങ്ങേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയതുകൊണ്ട് അള്ളാഹുവിനോട് ധാരാളം കടപ്പാടുണ്ട് നബിയെ. ആ കടപ്പാട് വീട്ടണം എന്ന് സൂചിപ്പിക്കുന്ന ആയത്താണ് ഫസല്ലി ലിറബ്ബിക വൻഹർ. തങ്ങളുടെ സമ്പത്തും ആരോഗ്യവും മുഴുവൻ സമയവും സന്ദർഭങ്ങളും തങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചും അള്ളാഹുവിലേക്ക് അടുത്തും കഴിയണമെന്ന് 2-ാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കും അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും, നമ്മുടെ ആഫിയത്തും, നമ്മുടെ ശരീരത്തിൽ നമുക്ക് കണ്ണും കാതും അതുപോലെ ഓരോ അവയവങ്ങളും, നമ്മുടെ അവയവത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ അല്ലാഹു തആല നൽകിയ ഏതെങ്കിലും ഒരു ആഫിയത്തിനെ, ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ അല്ലാഹു അവിടുന്ന് ഊരിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ, ഏതെങ്കിലും ഒരു മൂലയിൽ എന്തെങ്കിലും ഒരു ചെറിയ വിള്ളൽ പോലും സംഭവിച്ചാൽ അതുപോലും നമുക്ക് പ്രയാസമായി തീരുകയാണ്. അത്രത്തോളമാണ് നമുക്കെങ്ങനെയാണോ നമ്മുടെ ശരീരം രൂപപ്പെടുത്തിയെടുക്കേണ്ടത് അതിന് ഉദാത്തമായ രീതിയിലാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരം ക്രമീകരിച്ചിട്ടുള്ളത്. അത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂന്നാമത്തെ ആയത്ത് വറഫഅനാ ലക മൂന്നാമത്തെ ആയത്ത് ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, തങ്ങളെപ്പറ്റി ആരെങ്കിലും മോശമായത് പറഞ്ഞോ, തങ്ങൾ ആരെങ്കിലും താഴ്ത്തിയോ, അങ്ങനെയാണെങ്കിൽ അവനക്ക് തന്നെയാണ് നാശം, അവൻ തുലയുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ, തങ്ങൾ ആരൊക്കെ ഇകഴ്ത്തിയോ, അവരെല്ലാവരും മുഴുവനായും തകർന്നിട്ടേയുള്ളൂ. ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഈ ആയത്തിറങ്ങാനുള്ള കാരണം, ഒരു മനുഷ്യൻ ആസിബിനു ഷായിം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, കുഫാറുകളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ മസ്ജിദുൽ ഹറാമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സന്ദർഭത്തിലാണ് നബിതങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് കയറി വരുന്നത്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിൽ കുഫാറുകളും അവിടെ ഒരുമിക്കാറുണ്ട്, അതുപോലെ നബിതങ്ങളും മുഅ്മിനീങ്ങളും അവിടേക്ക് പോകാറുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ നബിതങ്ങൾ ഇങ്ങനെ മസ്ജിദുൽ ഹറാമിലേക്ക് കയറി വരുമ്പോൾ ഈ വ്യക്തി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ തങ്ങളുമായി കണ്ടുമുട്ടിയപ്പോൾ ആ ഒരു കണ്ടുമുട്ടലിൻ്റെ പേരിൽ തങ്ങളോട് സംസാരിക്കുകയാണ്, തങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്ത് തങ്ങളുമായി സംസാരിച്ചിടപെട്ടപ്പോൾ ആ ഒരു കുഫാറായ ആ ഒരു കാഫിര്യങ്ങളിൽപ്പെട്ട ആ മനുഷ്യൻ കുഫാറുകളുടെ ഇടയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെയുള്ള കുഫാറുകൾ ചോദിക്കുകയുണ്ടായി, നീ ആരോടാണ് സംസാരിച്ചത്, ഏത് വ്യക്തിയോടാണ് നീ വരുന്ന വഴിയിൽ സംസാരിച്ചതെന്ന് ചോദ്യമുന്നയിച്ചപ്പോൾ ആ ആസിം എന്ന് പറയുന്ന മനുഷ്യൻ പേടിയായി. കാരണം ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള സംസാരം ബഹിഷ്കരിച്ച ഒരു കാലമായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ നബി തങ്ങളുമായി സംസാരിച്ചത് ഇവരെന്തെങ്കിലും പറയുമോ എന്ന് ഭയന്നുകൊണ്ട് ആ മനുഷ്യൻ അവിടുന്ന് പറയുകയാണ്, ദാക ഹുവൽ അബ്തർ, ആ വാലറ്റവനോടാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അങ്ങനെ നിഷേധിച്ചപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്നായത്തിറങ്ങിയത്. തങ്ങളെ പറഞ്ഞവൻക്കാണ്, തങ്ങളെ നിഷേധിച്ചവൻക്കാണ്, തങ്ങളാരാണോ അബ്തർ എന്ന് വിശേഷിപ്പിച്ചത് ആ മനുഷ്യനാണ് പരമ്പരയില്ലാത്ത വേലറ്റുപോയ ഒരു മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ തങ്ങൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ, തങ്ങളുടെ ആൺകുഞ്ഞ്, തങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന ആൺകുഞ്ഞ് വഫാത്ത്, തങ്ങളുടെ ഖാസിം എന്ന് പറയുന്ന ആൺകുഞ്ഞ് വഫാത്തായപ്പോൾ അവിടുന്ന് മുശ്രിക്കുകൾ ഒന്നടങ്കം അവിടുന്ന് കളിയാക്കാൻ തുടങ്ങി. വേരറ്റുപോയവനാണ്, പരമ്പരയില്ലാത്തവനാണെന്ന് നാം ഇന്ന് കാണുമ്പോൾ ലോകത്തിൽ ഇത്രയധികം പരമ്പരകൾ നീണ്ടു നിൽക്കുന്ന, ലോകത്ത് ഖിയാമത്ത് നാൾ വരെ പുലർന്നു പോരുന്ന ഒരു പരമ്പരയുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര മാത്രമാണ്. അതുമാത്രമല്ല, നബിതങ്ങളുടെ ഓരോ നബിതങ്ങളെക്കുറിച്ച് ലോകത്തിലെ മുഴുവൻ സമയത്തും ബാങ്കിലൂടെയും മറ്റുമായി തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൂറത്തുകളും വിശുദ്ധ ഖുർആനുകളും നാം പഠിച്ച് അതിൽ നിന്നും എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുമോ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.